ഡി ഡി ആ ഓറഞ്ചിൻ്റെ ബുക്ക് മെല്ലെ എടുക്ക്. എന്തിനാ? എടുക്ക് നീ. നിക്ക്. അതെന്താ ഓറഞ്ച് എന്ന് വിളിക്കുന്നേ? അത് നിനക്കറിഞ്ഞൂടെ? പല ഡ്രോയിങ് ക്ലാസ്സിൽ ആപ്പിളിനും മുന്തിരിക്കും എല്ലാത്തിനും എല്ലാം ഇടക്കാളെ ഓറഞ്ച് കളർ അടിച്ചു വെച്ച് അങ്ങനെയാ പേര് വന്നേ. നവീന ശിലായുഗം മനുഷ്യ ജീവിതത്തിലെ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത്. നിയോസ് അഥവാ നവീനം, ലിത്തോസ് അഥവാ ശില, ഈ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് നിയോലിത്തിക് ഏജ് എന്നാണ് നമ്മൾ ഈ ശിലായുഗത്തിന് പറയുന്നത്. ഇതെന്താ ഓറഞ്ചോ? ഇതാരും എഴുതിച്ചേ? ആരാ ഓറഞ്ച് ഇവിടെ? മതി മതി, എല്ലാവരും ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. മൃഗങ്ങളെ ഇടയ്ക്ക് വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ? ഒന്നെന്താ? ജനസംഖ്യ വർദ്ധന. എണ്ണത്തിലുണ്ടായ വർദ്ധന. രണ്ട് നോക്കുക. മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധന. അടുത്ത പോയിന്റ് സങ്കീർണമായ സാമൂഹിക സംഘടന. സങ്കീർണമായ സാമൂഹിക സംഘടന. ശരി, അവസാനത്തെ പോയിന്റ് അപർണ പറഞ്ഞേ. സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കേ, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. അറിയില്ല അതാ കരനായി അയ്യേ, ഇവൾക്ക് കളർ അറിയില്ല. അയ്യേ ഇവൾക്ക് ഈ കളർ പോലും അറിയില്ല. എന്താണ് അശ്വതി? മക്കളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചമയപ്പെട്ടി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? അവിടെ ആ ചിത്രം ഒന്ന് നോക്കിക്കേ. അതിൽ ഓരോ വ്യക്തികളും വളരെയധികം വ്യത്യസ്തരാണ് അല്ലേ? ഇതുപോലെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും വളരെയധികം വ്യത്യസ്തരാണ്. അവരുടെ രൂപത്തിൽ, വേഷത്തിൽ, ചമയത്തിൽ, ഭാവത്തിൽ, ചിന്തയിലൊക്കെ നമുക്ക് ധാരാളം വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഒന്ന് ആലോചിച്ച് ബ്രഹ്മപുത്ര താഴേക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലായി. ഇനി 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഇപ്പോൾ